الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഇരുപത്തി അഞ്ചാമത്തെ ഹദീസ്. അത്തനാഫുസു ഫി അമലിൽ ഖൈരി, സൽക്കർമ്മങ്ങളിൽ മത്സരം കാണിക്കുക. സൽക്കർമ്മങ്ങളിൽ മത്സരം കാണിക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൻ അബീ ദർരിൻ, അബൂ ദർർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നു. ഐലൻ, വീണ്ടും നേരത്തെ ഇതിന്റെ മുമ്പത്തെ ഹദീസും അബൂ ദർർ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിച്ചത്. അന്ന നാസൻ, ഒരു കൂട്ടം ആളുകൾ, മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, ഖാലു, അവർ പറഞ്ഞു, ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. അവർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബ അഹ്ലുദ്ദുസൂരി, സമ്പന്നർ പോയിരിക്കുന്നു, ബിൽ ഉജൂരി, ഒരുപാട് കൂലികളെ കൊണ്ട്. ദുസൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതലിനാണ്. അപ്പൊ അഹ്ലുദ്ദുസൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതലുള്ള ആളുകൾ ഒരുപാട് കൂലികളെ നേടിയിരിക്കുന്നു. യുസല്ലൂന, അവർ നിസ്കരിക്കുന്നു, കമാനുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ. വയസൂമൂന, അവർ നോമ്പ് നോക്കുന്നു, കമാനസൂമു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് പോലെ. പക്ഷേ വയതസദ്ദഖൂന, അവർ സ്വതക്ക ചെയ്യുന്നു, ബിഫുദൂലി അംവാലിഹിം, അവരുടെ മുതലിലെ വർധനവ് കൊണ്ട്. അവരുടെ മുതലിലെ വർധനവ് കൊണ്ട് അവർ സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പൊ സമ്പന്നർ ഒരുപാട് കൂലി വാങ്ങുന്നുണ്ട് നബിയെ, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ ഓര് നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് പോലെ ഓര് നോമ്പ് നോക്കുന്നു, ഞങ്ങള് സൽക്കർമ്മം ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട്. പുറമെ അവർക്ക് സമ്പത്തുണ്ടായത് കൊണ്ട് അവർ സ്വതക്ക ചെയ്യുന്നു, അത് ഞങ്ങൾ ചെയ്യുന്നില്ല. ചോദ്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? ചോദ്യം മനസ്സിലായില്ല? അവരെ പരാതി മനസ്സിലായില്ലേ? യെസ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസ്വദ്ദഖൂൻ, നിങ്ങൾ സ്വതക്ക ചെയ്യുന്ന ഒന്ന് അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടില്ലയോ? നിങ്ങൾക്കും സ്വതക്ക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അള്ളാഹു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോ സ്വഹാബത്ത് പണം കൊണ്ട് സ്വതക്ക ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പണമില്ലാത്തവർക്കും സ്വതക്ക നൽകിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടില്ലയോ എന്ന് പറയാണ്. ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ, നിങ്ങൾ ചൊല്ലുന്ന മുഴുവൻ തസ്ബീഹുകളും സ്വതഖത്തൻ, സ്വതക്കയാണ്. വകുല്ലി തക്ബീറത്തിൻ, നിങ്ങൾ ചൊല്ലുന്ന മുഴുവൻ തക്ബീറുകളും സ്വതഖത്തൻ, സ്വതക്കയാണ്. വകുല്ലി തഹ്മീദത്തിൻ സ്വതഖത്തൻ, എല്ലാ ഹംദുകളും സ്വതക്കയാണ്.
അപ്പൊ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, അതുപോലെ വകുല്ലി തഹ്ലീലത്തിൻ സ്വതക്ക, എല്ലാ തഹ്ലീലുകളും സ്വതക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വതക്കയാണ്. വ അംരിൻ ബിൽ മഅറൂഫി സ്വതക്കത്തൻ, നന്മ കൊണ്ട് കൽപ്പിക്കലും സ്വതക്കയാണ്. വ നഹിയൻ അൻ മുൻകരിൻ സ്വതക്കത്തൻ, തിന്മ കൊണ്ട് വിരോധിക്കലും സ്വതക്കയാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ പണമുള്ള ആളുകൾ മാത്രമാണ് സ്വതക്ക ചെയ്യുന്നത് എന്ന ധാരണ ശരിയല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകളെ കൊണ്ട് നമുക്ക് സ്വതക്ക നേടാൻ പറ്റും. ഒരുപാട് നന്മ ഉപദേശിക്കൽ കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. ഒരുപാട് തിന്മയെ വിരോധിക്കൽ കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം കിട്ടും. വഫീ ബുദ്ഇ അഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിലും ഉണ്ട് സ്വതക്കത്തൻ, സ്വതക്കയുണ്ട്. ഭാര്യയോട് നമ്മൾ ബന്ധപ്പെടുന്നതിലും സ്വതക്കയുണ്ട്. കാലു, അപ്പോൾ അവർ ചോദിച്ച്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയഅതി അഹദുനാ ശഹവതഹു, ഞങ്ങളിൽ നിന്നും ഒരാൾ അവന്റെ വികാരം വീട്ടുന്നു, വയകൂനു ലഹു ഫീഹാ അജ്റുൻ, അതിൽ അവനക്ക് കൂലി കിട്ടുമോ? ചോദ്യം നോക്കുങ്ങൾ. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോഴും സ്വതക്കുണ്ട് എന്നാ പറഞ്ഞത്. ഞങ്ങൾ ഞങ്ങളുടെ വികാരം ശമിപ്പിക്കുകയല്ലേ, അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബിതങ്ങൾ തിരിച്ച് ഒരു ചോദ്യമാണ് അതിന് മറുപടി. അറഅയ്തും, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൗ വളഅഹ, അവന്റെ വികാരത്തെ വെച്ചാൽ, ഫി ഹറാമിൻ, ഹറാമിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അകാന അലൈഹി വിസ്റുൻ, അവനക്ക് കുറ്റം കിട്ടൂലേ? വിസ്റുൻ, കുറ്റം, അവന് കുറ്റം കിട്ടൂലേ എന്ന് ചോദിച്ചു. ഫകദാലിക, അപ്രകാരം, ഇദാ വളഅഹ ഫിൽ ഹലാലി, ഹലാലിൽ അവന്റെ വികാരം ശമിപ്പിച്ചു കഴിഞ്ഞാൽ, കാന ലഹു അജ്റുൻ, അവനക്കതിന് പ്രതിഫലം ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നാസർക്ക, ബഷീർക്ക, ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് അള്ളാഹുവിനേക്കുള്ള ആരാധനയാക്കി മാറ്റാൻ കഴിയും. അതുപോലെ സ്വതക്ക നൽകിയ പ്രതിഫലം നമുക്ക് നൽകുകയും ലഭിക്കുകയും ചെയ്യും. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, സ്വഹാബത്തിന് സൽക്കർമ്മം ചെയ്യാൻ അതിയായ താല്പര്യമുണ്ടായിരുന്നു. ഇവര് മറ്റുള്ളവരോട് അസൂയ വെക്കുകയല്ല ചെയ്തത്, ഞങ്ങൾക്കും അതുപോലെ പണമുണ്ടെങ്കിൽ സ്വതക്ക ചെയ്യാമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു. അതുപോലെ എപ്പോഴും അവരുടെ മനസ്സിൽ നല്ലത് ചെയ്ത് ഒരുപാട് കൂലി സമ്പാദിക്കണം, നല്ല വിഷയങ്ങളിൽ മത്സരം നടത്തണം എന്നാണ് അവർക്ക് ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, സ്വതക്ക മുതൽ ചുരുക്കുകയില്ല. സ്വതക്ക എന്താവൂല, മുതലിന്റെ മേൽ മാത്രം ചുരുങ്ങിയതല്ല സ്വതക്ക, സമ്പത്തുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല സ്വതക്ക എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ശരിക്ക് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം. എന്നാലും മുതലിന്റെ മേൽ മാത്രം പരിമിതമല്ല സ്വതക്ക. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ജനങ്ങൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നില്ല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. സമ്പന്നനും അതുപോലെ സമ്പത്തില്ലാത്തവരുടെയും ഇടയിൽ വേർതിരിവില്ല. മറ്റൊന്ന്,
തസ്ബീഹ് ധാരാളം ചൊല്ലണം, തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ ഇതെല്ലാം ധാരാളം ചെയ്യണമെന്ന് ഈ ഹദീസ് പ്രോത്സാഹിപ്പിക്കുന്നു. അതെല്ലാം മുസ്ലിമീങ്ങൾക്കുള്ള സ്വതക്കയാണ്. അപ്പോൾ ഒരാൾക്ക് നന്മ ചെയ്യാൻ അവസരം കിട്ടിയില്ല, ശേഷിയില്ലെങ്കിൽ അവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പണം കൊടുത്ത് സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വതക്കയുടെ പ്രതിഫലം നേടാൻ പറ്റുന്ന മറ്റു പല മാർഗങ്ങളും നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, അത് വർദ്ധിപ്പിക്കുക. അതുപോലെ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സ്വതക്കയാണ്. അതിൻ്റെ മേൽ പ്രോത്സാഹനം നൽകുന്നു. അതുപോലെ സാധാരണ പ്രവർത്തനങ്ങൾ അത് നല്ല നിയ്യത്തുകളെ കൊണ്ട് അത് ഇബാദത്തുകളായി മാറും. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വൈകാരിക ആഗ്രഹം, വികാരം ശമിപ്പിക്കുക എന്നത് നല്ല നിയ്യത്ത് കൊണ്ട് സ്വതക്കയായി വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഫളൽ നോക്ക് നിങ്ങൾ, ഒരുപാട് ഔദാര്യം നമുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഹദീസ് ഒരു മുസ്ലിമിനെ ഉപദേശിക്കുകയാണ്, നിന്റെ സമയം നീ സൂക്ഷിക്കണം. തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, ദിക്ർ ഇതെല്ലാം പൊതുവായി നമ്മൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പം അവൻ്റെ മനസ്സിൽ എപ്പോഴും നല്ല നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഹദീസ് പഠിപ്പിക്കുകയാണ്. ക്ലിയർ അല്ല? ഓക്കെ അല്ലേ? 26-ാമത്തെ ഹദീസ്. ഫളലുല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഔദാര്യവും, വസഅതു റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു സുലാമ, എല്ലാ കെണുപ്പുകളും, മിനന്നാസി, ജനങ്ങളിലുള്ള എല്ലാ കെണുപ്പുകളും, അലൈഹി, അവയുടെ മേലുണ്ട്, സ്വതക്കത്തുൻ, സ്വതക്കയുണ്ട്. നമ്മുടെ എല്ലാ കെണുപ്പുകളും, ശരീരത്തിൻ്റെ എല്ലാ കെണുപ്പുകളുടെയും മേൽ സ്വതക്കയുണ്ട്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും, തത്ലുഉ ഫീഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും, യഅദിലു ബൈനൽ ലിസ്നൈനി സ്വതഖത്തുൻ, രണ്ട് പേർക്കിടയിൽ നീതി പറയൽ സ്വതക്കയാണ്. രണ്ട് പേർ തമ്മിൽ തർക്കിക്കുകയാണ്, അപ്പോൾ അതിൽ നീതിയുടെ പക്ഷം നിൽക്കൽ സ്വതക്കയാണ്. വതുഈനുർ റജുല, ഒരു മനുഷ്യനെ സഹായിക്കലും സ്വതക്കയാണ്. ഫീ ദാബത്തിഹി, അവൻ്റെ മൃഗത്തിൻ്റെ വിഷയത്തിൽ. ആ മൃഗത്തിനെന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ ആ മൃഗത്തിൻ്റെ വിഷയത്തിൽ ഒരാളെ സഹായിക്കുക. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ പഞ്ചറായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്രോൾ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവനൊന്ന് സഹായിക്കുക, അത് സ്വതക്കയാണ്. വയഹമിലുഹു അലൈഹ, ആ വണ്ടിയിൽ കയറ്റലും സ്വതക്കയാണ്. മൃഗത്തിൻ്റെ മേൽ കയറ്റുക. അപ്പോൾ വണ്ടിയിൽ കയറ്റുക. ഒരു പ്രായമായ ഒരാളുണ്ട്, അദ്ദേഹം വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വണ്ടിയിൽ കയറ്റൽ സ്വതക്കയാണ്. അല്ലെങ്കിലോ ഔ യർഫഉ ലഹു അലൈഹ മതാഅഹു, ഒരാൾക്ക് അവൻ്റെ ചരക്കിനെ എടുത്തുയർത്തി കൊടുക്കൽ സ്വതക്കത്തുൻ, സ്വതക്കയാണ്. ഒരു തലമൊരു ഭാരം വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് ആരോ കാത്തു നിൽക്കുന്നു. അപ്പോൾ നമ്മളത് കണ്ടു, നമ്മളതെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് വെച്ചു കൊടുക്കുക. ഭാരം ഉയർത്താൻ, അദ്ദേഹത്തിൻ്റെ സാധനം ചരക്കുയർത്താൻ അദ്ദേഹത്തെ സഹായിക്കൽ സ്വതക്കയാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വതഖത്തുൻ, നല്ല പദങ്ങൾ സ്വതക്കയാണ്. നല്ല സംസാരങ്ങൾ സ്വതക്കയാണ്. നല്ല സംസാരം അത് സ്വതക്കയാണ്.
വബികുല്ലി ഖത്വത്തിൻ എല്ലാ ചവിട്ടടിയും യംശീഹ ഇലസ്വലാത്തി ആ ചവിട്ടടി കൊണ്ട് ഇവൻ നിസ്കാരത്തിലേക്ക് നടക്കുന്നു. നിസ്കാരത്തിലേക്ക് നിസ്കരിക്കണമെന്നുദ്ദേശിച്ചുകൊണ്ട് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും സ്വതക്കത്തുൻ സ്വതക്കയാണ്. വയുമീത്തുൽ അദാ ബുദ്ധിമുട്ട് നീക്കലും അനിത്വരീക്ക് ഒരു വഴിയിലെ ബുദ്ധിമുട്ട് നീക്കലും സ്വതക്കത്തുൻ സ്വതക്കയാണ്. എന്താ ഇതിൽ പെടാത്ത എല്ലാം സ്വതക്കയാണ്. അപ്പൊ സാമൂഹിക സേവനം സ്വതക്കയാണ്. അല്ല പലി പറഞ്ഞു, സാമൂഹിക സേവനം സംഘടനാ പ്രവർത്തനം സ്വതക്കയാണ്. സംഘടനാ പ്രവർത്തനം പറഞ്ഞ എന്താ? അതന്നെയാണ് ഇസ്ലാമിക പ്രവർത്തനം. സംഘടന ഒന്ന് വേറെ, ഇസ്ലാം ഒന്ന് വേറെ അല്ല. അപ്പോ സംഘാടന പ്രക്രിയകളിൽ നമ്മൾ പങ്കുകൊള്ളൽ അത് സ്വതക്കയാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കൂട്ടായി നമുക്ക് ചെയ്യാൻ പറ്റും. സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ റോഡ് വൃത്തിയാക്കുക, റോട്ടിൽ കുഴിയുണ്ട്, അതിലെല്ലാവരും അപകടം പെടുന്നു, അത് ഗവൺമെൻറ് ചെയ്യട്ടെ, കാത്തു നിൽക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റും. അപകടത്തിൻ്റെ രൂപം കുറക്കാൻ കഴിയുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റും. അത് സ്വതക്കയാണ്, നമ്മളത് ചെയ്യണം. അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സാമൂഹിക സേവനങ്ങൾ ചെയ്യണം. മറ്റൊരാൾക്ക് ഉപകാരം, നമ്മൾ ഉപകാരിയാവണം. അതെല്ലാം സ്വതക്കയാണ്, സ്വതക്കയുടെ പ്രതിഫലമാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളും സ്വതക്കയാണ്. നമ്മൾ പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ ചവിട്ടടിയും സ്വതക്കയാണ്. രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ട്, ആ തർക്കം പരിഹരിക്കൽ സ്വതക്കയാണ്. ഓക്കെ അല്ലേ ബഷീർക്ക? നമ്മൾ ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് നോക്ക്, അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങളാ. കെണുപ്പ്, ഇപ്പോൾ കൈ നോക്ക് നിങ്ങൾ, ഇതിൽ തന്നെ എത്ര എത്ര കെണുപ്പുകളുണ്ട്, ഓരോ കെണുപ്പുകൾ. ഇത് നമുക്ക് കൈ, ഈ വിരൽ ഞാൻ മുമ്പ് പറഞ്ഞൊന്നുണ്ട് ഓർമ്മ, കയ്യിൻ്റെ ഈ വിരൽ പലതും പല സൈസിൽ. ഇതിങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിക്കാൻ കഴിയില്ല. എല്ലാം ഒരേ വലുപ്പമാണ്, ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു നമുക്ക് സംവിധാനിച്ച ഓരോന്നിനും, ഓരോ വസ്തുക്കൾക്കും വലിയ വലിയ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നന്ദി ചെയ്യണ്ടേ റബ്ബിന്? ആ നന്ദി പൂർണ്ണമാകൽ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ്. ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോൾ സ്വതക്ക കൊടുക്കാൻ മുതൽ ഇല്ല, എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സ്വതക്കയാണ്. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക, ഒക്കെ സ്വതക്കയാണ്. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, പ്രശ്നം പരിഹരിക്കുക. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം പരിഹരിക്കുന്നവരാവുക. ആവശ്യമുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പൊതുവെ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, ഇതൊക്കെ നല്ല പുണ്യമുള്ള കാര്യം. അതൊക്കെ സ്വതക്ക ചെയ്ത. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു പള്ളിയുടെ പണിക്ക് നൽകിയ ആളേക്കാൾ ഒരു പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുത്ത സംഘാടനത്തിന് പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കേട്ടോ. കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഒരു 10 പേരെ നിസ്കരിപ്പിക്കുന്ന പ്രതിഫലം 10 കോടി റുപ്യ കൊടുത്താലും കിട്ടിക്കൊള്ളണമെന്നില്ല.
ചില സ്ഥലത്ത് നേരെ തിരിച്ചു ആവും. അപ്പൊ നമ്മളുടെ പ്രവർത്തനം നന്മക്ക് വേണ്ടിയാവണം. മറ്റുള്ള മുസ്ലിമീങ്ങളെ, മറ്റ് ജനങ്ങളെ സഹായിക്കണം. ഒരു ഹദീസ് ഇങ്ങനെ കാണാം, നമ്മളെ വീട്ടിൽ നല്ലൊരു കറി വെച്ചു, ഇറച്ചിക്കറി വെച്ചു നോക്ക്. ആ ഇറച്ചിക്കറിയിൽ കുറച്ച് വെള്ളം കൂട്ടി വെക്ക്. എന്നിട്ട് അയൽവാസികൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്വേഷിക്കണം എന്നാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇറച്ചി 1/2 കിലോ വാങ്ങും, കായ, അതുപോലെ കിഴങ്ങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ 2-3 കിലോനൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഒന്നിച്ചാണ്ട് വെക്കും. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കും. കാരണം അന്ന് ഇറച്ചി വാങ്ങുന്ന വീടുകൾ അപൂർവമാണല്ലോ, അല്ലേ? നാസർക്കാർക്ക് ഓർമ്മല്ലേ? പുതിയ ജനറേഷനൊന്നും ഓർമ്മ ഉണ്ടാവില്ല, റാഷിദിനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബഷീർക്കാർക്ക് ഓർമ്മല്ലേ? ശരിക്കും ഒരു മീഡിയം ജനറേഷനാണ്, ജെൻസി അല്ല അല്ലേ? ആൽഫയാണ്, ആൽഫ. ചെരുപ്പ് കടം വാങ്ങുക, മുമ്പ് പറഞ്ഞിരുന്നു തോന്നുന്നില്ല. ഒരു കല്യാണ പരിപാടി ഉണ്ടാകുമ്പോൾ മാല കടം വാങ്ങി പോവുക, കുപ്പായം കടം വാങ്ങുക, പർദ്ദ കടം വാങ്ങുക, വിരുന്നേരം വന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് പപ്പടം കടം വാങ്ങുക, കോഴിമുട്ട കടം വാങ്ങുക, ഒരു ഗ്ലാസ് പഞ്ചസാര കടം വാങ്ങുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വലിയ വലിയ മതിലുകൾ കെട്ടി, വെള്ളം ഇങ്ങോട്ട് വരരുത്, ആളിങ്ങോട്ട് വരരുത്, ഗേറ്റിൻ്റെ അവിടെ വലിയ റിമോട്ട് കൺട്രോൾ വെച്ചു. ഉള്ളിൽ നിന്ന് ചോദിക്കുക, അടുക്കളയിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബെല്ലടിക്കുമ്പോൾ ചോദിക്കുക, ആരാണത്? അപ്പോൾ അവിടുന്ന് പറയാം, ഞാനാണ്. ഇവിടെ ആളില്ല, പോയിക്കോ. അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ പുതിയ കുട്ടികളോട് പറയുമ്പോഴേ അവർക്കിങ്ങനെ അത്ഭുതകരം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ സ്വതക്കെയായിരുന്നു. നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം വെക്കുമ്പോൾ നമുക്ക് മതിൽ കെട്ടി അടച്ചാലും മറ്റേതടച്ചാലും ഇവിടുന്നുള്ള സ്മെല്ല് അങ്ങോട്ട് പോകുന്ന ഉറപ്പല്ലേ? അപ്പുറത്തെ വീട്ടിൽ പാവപ്പെട്ട കുട്ടികളാണ് വിചാരിക്കുക, ഭക്ഷണം കിട്ടാത്ത ഊതിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും അവർക്ക്. നമുക്കും ഇപ്പോഴും അത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം. അതുപോലെ നല്ല സംസാരം ഉണ്ടാക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, പഠിക്കണം, ദുആ ചെയ്യണം, ക്ഷണിക്കണം. ഇതൊക്കെ സ്വതക്കയാണ്. വഴിയിലെ ബുദ്ധിമുട്ട് നീക്കൽ, അത് ഈമാനിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമുക്ക് എത്രയും ഇതിൻ്റെ വിശദീകരണം പറയാട്ടോ. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണുക. പള്ളി കമ്മിറ്റിയിൽ നമ്മൾ ഉണ്ടാവൽ, ഈ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാവൽ, സാമൂഹികമായ വിഷയങ്ങൾ നമ്മൾ ഇടപെടൽ. രാഷ്ട്രീയക്കാരനാവുക എന്നുള്ളതല്ല. ചിലപ്പോൾ ഒരു ഭാഗത്തുകൂടെ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും നല്ല നിലക്കാണെങ്കിൽ അതൊക്കെ സ്വതക്കയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നസർക്ക? യെസ്. അൽ ഹദീസു സാബിഉ വൽ 27ാമത്തെ ഹദീസ്. അൽ ബിർറു വൽ ഇസ്മു, ഗുണവും കുറ്റവും. ഗുണവും കുറ്റവും. അനിൻ നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ബിർറു, ഗുണമെന്ന് പറഞ്ഞാൽ
പുണ്യമെന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ്. സൽ സ്വഭാവം പുണ്യമാണ്. നല്ല ആള് ഭയങ്കര ഡീസൻ്റ് ആണ് എന്നൊക്കെ പറയില്ല ചിലരെ കുറിച്ച്. അവൻ ബെസ്റ്റായിരിക്കും, അവന് നല്ല പുണ്യമുള്ള ആളായിരിക്കും. നല്ല സ്വഭാവം നമുക്കുണ്ടാവണം. വൽ ഇസ്മു, കുറ്റമെന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഹാക്കാത് അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഫീ നഫ്സിക, നിന്റെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത. അത് ചെയ്യണോ ചെയ്യണ്ടേ, അത് ശരിയാകുമോ, ഓരോ കൺഫ്യൂഷൻ, ഒരു സ്വസ്ഥതക്കുറവുണ്ടാവും നമുക്ക്. അതാണ് ഏത് ഇസ്മ എന്ന് പറഞ്ഞാൽ. കരിഹത്ത, നീ വെറുക്കുകയും ചെയ്യുന്നു, അലൈഹി, അതറിയൽ, അന്നാസു, ജനങ്ങൾ അറിയൽ വെറുക്കുകയും ചെയ്യുന്നു. അപ്പൊ തെറ്റെന്താ, കുറ്റമെന്താ? അത് നമ്മുടെ മനസ്സിനൊരു ഒരു പൊരുത്തക്കുറവ്, ഒരു ഇഷ്ടക്കുറവ് ആ കാര്യം ചെയ്യാൻ. അതേപോലെ അത് വേറൊരാൾ അറിയുന്നതിന് നമ്മൾ വെറുക്കുകയും ചെയ്യാം. അപ്പൊ നന്മയും തിന്മയും എന്താണ് എന്നാണ് ഇപ്പൊ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. നല്ല സ്വഭാവം പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടും, മറ്റുള്ളവർ അറിയുന്നതിന് നമുക്ക് പ്രയാസമല്ല. നേരെ മറിച്ചോ, ഞാനിപ്പോൾ ഇത് ചെയ്താൽ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുമല്ലോ, ഇപ്പോൾ ശരിയാണോ ശരിയല്ലേ, ഒരു സമാധാനപൂർവ്വം ചെയ്യാൻ പറ്റാത്ത, മറ്റുള്ളവർ അറിയുന്നതിന് വിഷമം നമ്മൾ വിചാരിക്കുന്ന, ഇഷ്ടമില്ലായ്മ നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയുക. റവാഹു മുസ്ലിം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? റാഷിദ, നസർക്ക, ഓക്കെ അല്ലേ? വൻ വാസിബത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയുകയാണ്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളുടെ അടുക്കൽ ചെന്നു. ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, ജിഅത തസ്അലു അനിൽ ബിർരി. അദ്ദേഹം വന്നപ്പോൾ തന്നെ നബിതങ്ങൾക്ക് ഇന്നതാ ചോദിക്കുന്നത് മനസ്സിലായി. മുഅ്ജിസത്താണ് നബിതങ്ങളുടെ. ജിഅത, നീ വന്നിരിക്കുന്നത്, തസ്അലു, നീ ചോദിക്കാനാണ്, അനിൽ ബിർരി, ബിർ എന്താണ് എന്ന് ചോദിക്കാനാണ് അല്ലേ എന്ന് ചോദിച്ചു. നീ ബിർറ്, ഗുണമെന്താണ്, പുണ്യകരമായ പ്രവർത്തനം എന്താണ് എന്ന് ചോദിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, ഞാൻ അതേ നബിയേ. ഒരാൾ വന്ന അത് എന്താണ്, അദൃശ്യമായ ജ്ഞാനം നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇസ്തഫ്തി, നീ വിശദീകരണം ചോദിക്ക്, ഖൽബക, നിന്റെ നഫ്സിനോട്, നിന്റെ ഹൃദയത്തിനോട് ചോദിക്ക്. നിന്റെ ഹൃദയത്തിനോട് നീ ഫത്വ ചോദിക്ക്. മനസ്സിനോട് ചോദിച്ചാൽ അറിയാം അത് ബിറാണോ ഇസ്മാണോ എന്നുള്ളത്. അൽ ബിറു, ബിർ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഇത്തുമ അന്നത്ത്, സമാധാനമായിരിക്കുന്നു, ഇലഹിയ, ഒന്നിലേക്ക്, അന്നഫ്സു, ശരീരം, വത്തുമ അന്ന ഇലൈഹിൽ ഖൽബു, അതിലേക്ക് ഹൃദയവും സമാധാനപ്പെട്ടിരിക്കുന്നു, മനസ്സും ശരീരവും സമാധാനപൂർവം ചെയ്യുന്ന കാര്യത്തിനാണ് ബിർറ് എന്ന് പറയുന്നത്. അതാണ് കൽബിനോട് ചോദിക്കാൻ പറഞ്ഞത്. കൽബിനോട് ചോദിക്കൂ. കൽബ് പറയാണ്, കേൾക്കുന്നില്ലേ? സ്ക്രീന് പോയോ? ഹലോ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?
ആ റഷിദെ ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ നെറ്റ് ഒന്ന് മിസ്സായി പോയതാണ്. നെറ്റൊന്ന് നസർക്ക നെറ്റൊന്ന് പോയതാ, കണക്ഷൻ ഒന്ന് മാറിപ്പോയതാ. യെസ്, ഓക്കെ. നാസർ ഖാന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യ്. ഓക്കെ. അപ്പൊ നിന്റെ ഹൃദയത്തിനോട് നീ ഫത്വ ചോദിക്ക്, നിന്റെ ഹൃദയത്തിനോട് നീ വിശദീകരണം ചോദിക്ക്. നിന്റെ ശരീരവും നിന്റെ മനസ്സും സമാധാനപൂർവം ഒരു കാര്യം നിനക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ അത് ബിർറാണ്. വൽ ഇസ്മോ, ഇസ്മ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഹാക ഫി നഫ്സി, നഫ്സിൽ അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു, വതറദ്ദദ ഫി സ്വദരി, ഹൃദയത്തിൽ അത് ശങ്കയുണ്ടാക്കുന്നു, സംശയമുണ്ടാക്കുന്നു. ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കും, അത് ചെയ്യണോ ചെയ്യണ്ടേ, ശരിയാണോ ശരിയല്ലേ എന്നിങ്ങനെ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇസ്മ, കുറ്റകരമായ വിഷയം. അപ്പൊ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ കുറെ അറിവ് വേണമെന്നൊന്നുമില്ല, അറിവുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി. നമുക്ക് ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഒരു 100 ദിക്ർ ചൊല്ലണത് മനസ്സിനോട് ചോദിച്ചു നോക്കി. ദിക്ർ ചൊല്ലാൻ നല്ല കാര്യമാണല്ലോ, അപ്പോൾ അത് ചൊല്ലാം, അപ്പോൾ ഓക്കെ. പിന്നെയോ ഹറാമായ ഒരു ഭക്ഷണം കഴിക്കുന്നത്, അത് മനസ്സിനോട് ചോദിച്ചു നോക്കി, ഇതിപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് ജനങ്ങൾ കണ്ടാൽ അത് കാണുന്ന എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ? അങ്ങനെ ഉണ്ടോ? അത് ചെയ്യരുത്, അത് തെറ്റാണ്. വഇൻ അഫ്താകന്നാസു, പണ്ഡിതന്മാർ നിനക്ക് ഫത്വ നൽകിയാലും ശരി, അഫ്തൗക, അവര് നിനക്ക് ഫത്വ നൽകിയാലും ശരി, ഇജ്ജത് ചെയ്തോന്ന് പറഞ്ഞു, എന്നാലും നമ്മുടെ മനസ്സിൽ ശരിയായത് ചിന്തിച്ച് മനസ്സിലാക്കണം. പണ്ഡിതന്മാരെന്ന് ഉദ്ദേശിച്ചത്, പണ്ഡിതന്മാർ ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാവില്ല പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന വിശദീകരണത്തിന് അനുസരിച്ചായിരിക്കും. നമ്മൾ കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ. അല്ലാതെ ഒരു പണ്ഡിതൻ യഥാർത്ഥ മസാല പറഞ്ഞത് സ്വീകരിക്കണ്ട എന്നല്ല പറഞ്ഞേ. നമ്മുടെ പ്രവർത്തനം തെറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ പല പല സാഹചര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഇവരോട് പറയാം, ഇവര് അതിനനുസരിച്ചുള്ള മസാല പറയും. എന്നാലും നമ്മുടെ മനസ്സിനോട് ചോദിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ, ശങ്ക ഉണ്ടാക്കുന്നുണ്ടോ എന്നത് നോക്കിയിട്ടേ നമ്മളത് ചെയ്യാവൂ. അസ്വസ്ഥത ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് ഇസ്മാണ്, കുറ്റകരമാണ്. ഓക്കെ ആണോ? ചിലപ്പോൾ ഉസ്താദ്മാരോട് ചിലപ്പോൾ ചില മസലകൾ ചോദിക്കും, എല്ലാ കാര്യവും പറയില്ല. അത് ഈ ചോദ്യത്തിൽ നിന്നുള്ളത് എടുത്തിട്ടേ പറയുള്ളൂ. ചോദ്യത്തിൽ നിന്ന് എടുത്തിട്ട് പറയണത് ആലിമ് പറയണത് എന്തായിരിക്കും? ശരിയായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഇദ്ദേഹത്തിനുള്ള പ്രത്യേകമായ ചില സാഹചര്യങ്ങളും ഇങ്ങനെ ആയിത്തീരാനുള്ള വിഷയങ്ങളൊന്നും ആർക്കറിയില്ല, ഉസ്താദിനറിയില്ല, അത് പറയില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അതറിയാലോ, ഈ ചോദിക്കുന്ന വ്യക്തിക്ക് അറിയാലോ. അപ്പം അദ്ദേഹം മനസ്സിനോട് ചോദിക്കുക, ഞാനിപ്പോൾ ഇത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ശരിയാണ്, ഉസ്താദിനോട് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യണത് ഒരു ശരിയാണോ അല്ലേ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുക. ആ മനസ്സിൽ ചിന്തിച്ചിട്ട് നമ്മളതിന് പ്രവർത്തിക്കുക, മാറി നിൽക്കുക. ഇതാണ് ഇസ്മ. നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ, ആളുകൾ അറിഞ്ഞാൽ പ്രശ്നമില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന നന്മയുടെ വിഷയങ്ങളാണ് എന്നതാണോ, അതാണ് ബിർറ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് പഠിക്കുന്ന പാഠം, ഒന്ന്, സൽ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല സ്വഭാവം നമുക്കുണ്ടാവണം.
നല്ല സ്വഭാവമുള്ളവർക്കാണ് കൂടുതൽ പുണ്യം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനുക്കും പ്രകൃതിപരമായി ചില കുറേ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലതും അതുപോലെ തെറ്റും തിരിച്ചറിയാൻ പ്രകൃതിപരമായ ചില വിഷയങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണിത് മനസ്സിൽ തോന്നുന്ന, മനസ്സ് തെറ്റാണെന്ന്, മനസ്സനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നും മനസ്സനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറയുന്നത്. മറ്റൊന്ന്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ ഹൃദയം അനുവദിക്കാത്ത കാര്യം ചെയ്യൂല. അത് മറ്റൊരാൾ ഫത്വ നൽകിയാലും ചെയ്യൂല. അള്ളാഹു അറിയോലോ, സംഗതി ഉസ്താദ് അതിനെക്കുറിച്ച് അനുമതി തന്നിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞാൻ ഈ വിഷയം ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല, ഉസ്താദ് അത് അറിഞ്ഞിക്കാണെങ്കിൽ ഉസ്താദ് ഇങ്ങനെ ഫത്വ നൽകൂല. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അള്ളാനെ പേടിയുണ്ടോ, അവൻ വേറൊരു ഉപദേശം കിട്ടിയാലും അവൻ്റെ മനസ്സനുവദിക്കാത്ത കാര്യം ചെയ്യൂല. അതുപോലെ ദോഷങ്ങളും കുറ്റങ്ങളും പാപങ്ങളുമെല്ലാം ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. അതല്ല കുറ്റം. കുറ്റം ചെയ്താൽ നരകത്തിലേക്ക് എത്തിക്കും. ഈ ഹദീസിൽ വലിയൊരു മുഅ്ജിസത്താണ്. നബിതങ്ങൾ ആ വാസിബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം പറയുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ട് പറഞ്ഞു. അത് നബിതങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. അങ്ങനെ കുറെ പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ബഷീർക്ക? ഈ ഹദീസ് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. മുന്തിച്ച് കഴിഞ്ഞു. ഏതെങ്കിലും വാക്കർത്ഥം കിട്ടാത്തതുണ്ടോ? എന്താ പറഞ്ഞേ റാഷിദ്? എന്താ പറഞ്ഞേ? മഅറൂഫോ? മഅറൂഫ് നന്മ, ശരി, മതത്തിൽ അറിയപ്പെട്ടത് എന്നർത്ഥം. മതത്തിൽ പുണ്യകരമായി അറിയപ്പെട്ടത്, അത് കൽപ്പിക്കുക, അതുകൊണ്ട് കൽപ്പിക്കുക. മറ്റേത് വെറുക്കപ്പെട്ടത്, മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്, മതത്തിൽ വെറുക്കപ്പെട്ടത്. ഉറങ്ങിയോ എല്ലാവരും? കുട്ടികൾ ഉറങ്ങിയോ? എല്ലാവരും ഉറങ്ങിയോ? പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ ഹദീസില്? ഇല്ലല്ലോ. ബുദ്ഉ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഗുഹ്യഭാഗം എന്നാണ് ഇവിടെ ഉദ്ദേശം. അവരുമായുള്ള ലൈംഗികമായ ബന്ധത്തിൽ എന്തുണ്ട്? സ്വതക്കയുണ്ട്. വിസുറുൻ എന്ന് പറഞ്ഞാൽ പാപം ട്ടോ. വിസുറുൻ പാപം, കുറ്റം. ഹദീസിൽ പ്രശ്നമൊന്നുമില്ലല്ലോ നാസർക്ക? യെസ്. ഷഹ്വത്ത് പറഞ്ഞ വികാരം. അടുത്ത ഹദീസ് നോക്ക്. ഇതിന്റെ ഒരു തുടർച്ചയാണ് രണ്ടാമത്തെ ഹദീസ് കേട്ടോ. എവിടെ?
26-ാമത്തെ ഹദീസ് ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പം നമുക്ക് അള്ളാഹു പല അപകടങ്ങളും തരാതിരുന്നതിന്, പല വിഷയങ്ങളും നമ്മളെ സംരക്ഷിച്ചതിന് നമ്മൾ അള്ളാഹുവിനക്ക് നന്ദി ചെയ്യേണ്ടതുണ്ട്. ആ നന്ദി ചെയ്യൽ ഇങ്ങനെയൊക്കെയാണ്: സദഖ ചെയ്യുക, അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സാമൂഹികമായ നന്മകൾ, സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഓരോ കെണുപ്പുകൾക്കും ചെയ്യുന്ന നന്മയാണ്, പുണ്യമാണ്. നല്ല സംസാരം സംസാരിക്കുക. പള്ളിയിലേക്ക് അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് നമ്മൾ നടക്കുന്ന ഓരോ ചവിട്ടടിയും, ഖത്തുവത്ത് ഖുത്തുവത്ത് രണ്ടും വായിക്കാട്ടോ. യഅ്ദിലു തഅ്ദിലു രണ്ടും വായിക്കാട്ടോ. നീ തഅ്ദിലു പറയുമ്പോൾ നീ നീതി കാണിക്കുക, യഅ്ദിലു പറഞ്ഞാൽ ഒരാൾ നീതി കാണിക്കുക എന്നർത്ഥം. തുഈനു എന്നാൽ നീ സഹായിക്കുക, യുഈനു പറഞ്ഞാൽ ഒരാൾ സഹായിക്കുക. രണ്ടും. അതുകൊണ്ട് രണ്ടവിടെ രണ്ട് പുള്ളിയും മേലെയും താഴെയും പുള്ളി ഉണ്ടല്ലേ നിങ്ങൾ? യഅ്ദിലു എന്നുള്ളടത്തും തഅ്ദിലു, അതങ്ങനെ രണ്ടർത്ഥമുണ്ട്. യുമീത്തുൽ അദാ, ഒരാൾ ബുദ്ധിമുട്ടിനെ നീക്കുക, പ്രയാസത്തെ നീക്കുക. ഓക്കെ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി? ഇല്ലല്ലോ. അടുത്തത് സുലാമ എന്ന് പറഞ്ഞ കെണുപ്പുകൾ കേട്ടോ. ഇതാ 27-ാമത്തെ ഹദീസ്. നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം, ഗുണം, നന്മ എന്നൊക്കെ പറയാം. ഇസ്മ എന്ന് പറഞ്ഞാൽ കുറ്റം, തിന്മ, ദോഷം എന്നൊക്കെ പറയാം. യത്വലിഅ അറിയുക കേട്ടോ. ഇത്തുമ അന്നത് സമാധാനമുള്ളതാവുക. ഹാക്ക അസ്വസ്ഥതയുണ്ടാവുക. തറദ്ധത സംശയമുണ്ടാവുക, ശങ്കയുണ്ടാവുക. ഫിസ്വദർ ഹൃദയത്തിൽ, നെഞ്ച് എന്നാണ് ഇവിടെ ഉദ്ദേശം, ഹൃദയത്തിൽ. ഇസ്തഫ്തി നീ ഫത്വ ചോദിക്കുക, കൽബക്ക നിന്റെ ഹൃദയത്തിനോട്. അഫ്ത ഫത്വ നൽകി, അതിന്റെ ബഹുവചനമാണ് അഫ്തൗ, അവർ ഫത്വ നൽകി. പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? ജിഇത്ത എന്ന് പറഞ്ഞാൽ നീ വന്നു. തസ്അലു ചോദിക്കാൻ, അനിൽ ബിർരി ഗുണത്തെക്കുറിച്ച് ചോദിക്കാനാണ് നീ വന്നത് അല്ലേ? കുഴപ്പമില്ലല്ലോ. സൽ സ്വഭാവം, അൽ ബിർറു ഗുണകരമായത്, നന്മ ഹുസ്നുൽ ഖുലുഖ് സൽ സ്വഭാവമാണ്. ഹുസ്നു പറഞ്ഞാൽ നല്ലത്, ഖുലുഖ് പറഞ്ഞാൽ സ്വഭാവം. നല്ല സ്വഭാവം, നല്ല സ്വഭാവം നമ്മൾ അതൊരു ബിർറാണ്, ഒരു ഗുണമാണ്, പുണ്യമാണ്. അപ്പോൾ നല്ല വാക്കുകൾ പറയും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും, നല്ല ഇടപെടലുകൾ ഉണ്ടാവും, സഹായിക്കലുണ്ടാവും, പള്ളിയിലേക്ക് പോക്കുണ്ടാവും, അതുപോലെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ഉണ്ടാവില്ല, അഹങ്കാരം, അസൂയ തുടങ്ങിയിട്ടുള്ള
ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. ഓക്കെ അല്ലേ റാഷിദ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയാം, ഇസ്മ എന്ന് പറഞ്ഞാൽ സൂഉൽ ഖുലുഖ്, സ്വഭാവം, മോശം സ്വഭാവം. ദേഷ്യപ്പെടുന്നു, അസൂയ വെക്കുന്നു, ആരെയും സഹായിക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, പറയുമ്പോഴൊക്കെ അനാവശ്യം പറയാം. ഇതൊക്കെ ഇസ്മാണ്.